കൊന്നിച്ചോ മിനാസാൻ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ ഏകദേശം ഈ വീഡിയോ കൊണ്ട് കഴിയാൻ നേരത്ത് 90ഓളം ചാപ്റ്ററിന്റെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇനി വെറും 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 8 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹി എന്ന് പറയുന്ന സീരീസിന്റെ സീസൺ 1 ഒഫീഷ്യലി കംപ്ലീറ്റ് ആക്കുന്നതാണ്. സീസൺ 2 നാളെ ഇതുവരെ റിലീസ് ആയിട്ടില്ല ആൻഡ് ഇതുവരെ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റോ നമുക്ക് ലഭിച്ചിട്ടില്ല. സോ മിസ്റ്റ് മൈറ്റ് മഹയം കോട്ടപ്പ് അതിനുശേഷം നമ്മൾ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസ്റ്റെക്ട് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിരിക്കും എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ സീരീസ് എനിക്ക് മിസ്റ്റ് മൈറ്റ് മഹയത്തിനെക്കാട്ടും നാനോ മിഷിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. എന്നാൽ ഇതുപോലെ ഓറ ഫാർമിംഗ് എന്നല്ല, പ്രോപ്പർ ഒരു കിടിലൻ ഒ പി ആയിട്ടുള്ള ഒരു എം സിയുടെയും അതേപോലെ മുറിമിൻ്റെ കഥ പറയുന്ന ഒരു കഥയായിരിക്കും. സോ അതൊരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതേപോലെ തന്നെ മിസ്റ്റ് മൈറ്റ് മഹയം കോട്ടപ്പ് അതിന് ശേഷം പിന്നെ എൻ്റെ സീസൺ 2 ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഇതിനു മുമ്പ് സോളോ ലെവലിംഗ് റാങ്ക് ആൻഡ് ഡ്രോപ്പ് എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കും മിസ്റ്റ് മൈറ്റ് മഹയം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ബ്ലൂസ് വേറെ ചോദിക്കുകയും ചെയ്യും, അല്ല മോർട്ടൽ മോർട്ടൽ നീ ഓക്കെ അല്ലേ? ആ, എന്തു പറ്റി, നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? അത് കംപ്ലീറ്റ് കെയോട്ടിക് ആയിരുന്നു. നീ കുറച്ചു നേരത്തേക്ക് ബോധമില്ലാതെ ഇവിടെ നിൽക്കുകയായിരുന്നു. അല്ല, ഞാൻ ആ റിച്ചിൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത അടുത്ത സെക്കൻഡ് ഈ സോഡിലൂടെ കുറച്ചധികം ഓർമ്മകൾ കണ്ടു. എന്നാൽ എൻ്റെ ഓർമ്മകളല്ല, പകരം ഈ ഒരു സോഡിൻ്റെ ഓർമ്മ. അത് ശരിക്കും പവർഫുൾ ആയിരുന്നു. ഒരു മനുഷ്യനെ ഈ സോഡ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ഇതിൻ്റെ അകത്തിട്ട് മെൽറ്റ് ചെയ്താണ് ഇതുണ്ടാക്കിയത്. എന്നാൽ ആ നിമിഷം അവൻ സത്യം പറഞ്ഞാൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. അവൻ ചിരിക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് ചിലപ്പോൾ ഇമോഷൻ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം. ആൻഡ് അതിലുപരി ആ ഒരൊറ്റ മെമ്മറി മാത്രമല്ല, ഈ സോഡ് ആരൊക്കെ പിടിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും മെമ്മറീസ് എനിക്ക് കാണാൻ സാധിച്ചു. ആൻഡ് അതിലൊരാളെന്ന് പറയുന്നത് ദി ഡാർക്ക് സെക്ട് ലീഡറാണ്. ഇൻട്രസ്റ്റിംഗ്, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള മെമ്മറീസ് തന്നെയാണ്. ഇതേ സമയത്ത് അവരാരും തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അല്ല, ഇപ്പോൾ ഉണ്ടായ ആ ഒരു ഇല്യൂഷൻ അതെന്തായിരുന്നു? എനിക്ക് ഉറപ്പാണ് ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഈവിൾ സോഡ് ഇത്രയും പവർഫുൾ ആയിരുന്നോ? ഏയ്, ഇതതിൻ്റെ മാത്രമല്ല. കാര്യം ഇതിനു മുമ്പ് വരെ ആ സോഡ് ആര് പിടിക്കുന്നോ അവരെ മാത്രമാണ് അത് അഫക്റ്റ് ചെയ്തിരുന്നത്. അല്ല, അപ്പോൾ പിന്നെ ശരിക്കും ഇപ്പം എന്തുമാണ് സംഭവിച്ചത്? ഇതേ സമയം ജിയോങ് ആ സോഡ് മുറുക്കി പിടിച്ചിട്ട് അവനങ്ങോട്ട് വീശി നോക്കിയിട്ട് പറയും ചെയ്യും, കൊള്ളാം, ഇതൊട്ടും മോശമൊന്നുമല്ല. ഈ ടൈമിലാണ് കിങ് ഓഫ് ബ്രില്യൻസ് ചോദിക്കുന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചു മുമ്പ് എന്താണ് സംഭവിച്ചത്? നിനക്ക് ആ സോഡ് എന്നെ ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? പിന്നെന്താ, തീർച്ചയായും കിങ് ഓഫ് ബ്രില്യൻസ്. കുഴപ്പമില്ല, എനിക്കെന്തായാലും ഒരു കാര്യം ചെക്കൗട്ട് ചെയ്യണം. ഇതൊട്ടും തന്നെ നല്ലതല്ല. ഈവൻ എനിക്ക് പോലും ആ സോഡ് പിടിച്ചതിന് ശേഷം എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ഞാൻ കാരണം തന്നെ എൻ്റെ കൂടെയുള്ള ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ആ ഒരു ഓർമ്മ എന്നെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. കിങ് ഓഫ് ബ്രില്യൻസ് അൾട്ടിമേറ്റ് സുപ്രീം പീക്കിലായിരിക്കും, പക്ഷേ അവനും. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അവന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഡാർക്ക് സൈഡ് ലീഡർ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അല്ല, ആ സോഡിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു ഒമ്നസ് ഉള്ള ഫീലിംഗ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞ കിങ് ഓഫ് ബ്രില്യൻസ് കണ്ടിട്ട് ആ സോഡ് അതിൻ്റെ ഓണറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് അങ്ങനെയാണ് കോപ്സ് ബ്ലഡ് വാലിയുടെ ആ ഒരു ഫൈനൽ ട്രയൽ അവിടെ അവസാനിക്കുന്നത്. ആൻഡ് അതുമൂലം തന്നെ മോക്ക് ജിയോൺ വൂണാട്ടെ ഡാർക്ക് സെൽ ലീഡറിന്റെ ഡിസിപ്ലിൻ ആകുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാവരും ആ ഒരു ഇല്യൂഷൻ ആണെങ്കിലും ഒരാൾ പോലും അതിനെപ്പറ്റി പുറത്ത് പറഞ്ഞില്ല. അതിനെപ്പറ്റി പുറത്ത് പറഞ്ഞാൽ അവരുടെ ഈഗോ ആണ് ഹേർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയായിരുന്നു. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മോക്ക് ജുണുവിന്റെ ശത്രുക്കളായി മാറി. അവരെല്ലാവരും ആ സോഡിനെ ഉന്നം വെക്കാനും തുടങ്ങി. എന്നാൽ ഇതേ സമയം കിങ് ഓഫ് ബ്രില്യൻസ് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. അവൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു മോക്ക് ജോൺമുവിനെ കിട്ടാത്തത് കൊണ്ട്. പക്ഷേ എങ്കിലും ഒരു സോഡ് കൊണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ തിരിഞ്ഞു മാറുമെന്നും അവൻ വിചാരിച്ചില്ല. എന്തായാലും കുഴപ്പമില്ല, ഞാൻ കറന്റ് ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം കിങ് ഓഫ് ബ്രില്യൻസ് നമ്മുടെ മോക്ക് യൂച്ചനെ തിരഞ്ഞെടുത്തു. അത് അവന്റെ ചോയ്സ് ആയിരുന്നു. അവൻ പറയുകയും ചെയ്തു, എനിക്ക് ആ നാറിനെക്കാട്ടും സ്ട്രോങ്ങറായി മാറണം. അതുറപ്പായിട്ടും എനിക്ക് സാധിച്ചു തരാൻ പറ്റും. മോക്ക് യൂച്ചൻ ഒരു തരത്തിലുള്ള ഹെസിറ്റേഷൻ ഇല്ലാതെയാണ് അവിടെ അത് പറഞ്ഞത്. ആൻഡ് ബാക്കിയുള്ളവരും അവരുടേതായ സബോർഡിനേറ്റ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ലൈറ്റ്നിങ് ഫിസ്റ്റ് ജാൻയാക്കിനെ സെലക്ട് ചെയ്തു. കാര്യം അവന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ സെവൻ വാലി മാസ്റ്റർ മോ ഹറാങ്ങിനെ സെലക്ട് ചെയ്തു. കാര്യം അവൾക്ക് എന്തായാലും അവിടെ ഒരു പെണ്ണ് മാത്രമല്ലായിരുന്നു, അതുകൊണ്ടാണ് അവളെ സെലക്ട് ചെയ്തത്. ആൻഡ് പിന്നുള്ളത് നമ്മുടെ സ്കാർലറ്റ് ബ്ലഡ് സ്ക്വാഡാണ്. അവനായിട്ട് ഇയോൺ മൂവിനെ സെലക്ട് ചെയ്തു. ബാക്കിയുള്ളവരെ വെച്ച് നോക്കാത്തത് സ്കാർലറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇയോങ്കയുടെ മരണമാണ്. ആൻഡ് ബാക്കി ആരും ഇല്ലാത്തതുകൊണ്ട് ആർക്കും ബാക്കിയുള്ളവർക്ക് ഡിസിപ്ലിൻ ഒന്നും ലഭിച്ചില്ല. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് കൊണ്ട് നമ്മുടെ കോപ്സ് ബ്ലഡ് വാലി അവിടെ അവസാനിച്ചു. ആ ഒരു ട്രയലും അവിടെ അവസാനിച്ചു. പിന്നെ കാണിക്കുന്നത് ഹെവൻ എർത്ത് അസോസിയേഷൻ ആണ്. ആ ഒരു വാതിലും തുറന്ന് അവർ നേരെ അകത്തേക്ക് കയറി. അപ്പോൾ നമുക്ക് അകത്തേക്ക് കടന്നാലോ?
അവിടെ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വിശാലമായ ഒരു സ്ഥലം തന്നെയാണ്. നീ ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്? അതെ. ഉം. എന്തായാലും ഡാർക്ക് സിറ്റി ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇതെന്തൊരു കോയിൻസിഡൻസ് ആണെന്ന് നോക്കണേ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്റെ ടെക്നിക്ക് പഠിക്കാതെ ഒരാൾക്ക് എന്നെ ഡിസിപ്ലിൻ ആക്കാൻ സാധിക്കുമെന്ന്. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ അത് പഠിപ്പിച്ചാ ഞാനത് പഠിക്കും. അതില് പ്രത്യേകിച്ച്. ഓ, ശരിക്കും? അതെ. അങ്ങനെയാണെങ്കി അതെന്തായാലും കൊള്ളാം. പക്ഷേ അതിനുവേണ്ടി നീ ഒരു പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത്? പേയ്മെന്റോ? എന്റെ മാർഷ്യൽ ആർട്ട് ടെക്നിക്ക് ശരിക്കും ഇൻ എനർജിയാൽ സമ്പുഷ്ടമാണ്. സോ ഒരു ആണിനത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കേട്ടപ്പോ ഇയോൺ ശരിക്കും ഒന്ന് ഞെട്ടി. പിന്നെ കാണിക്കുന്ന ഒരു മെഴുകുതിരിയാണ്. ആ മെഴുകുതിരി കൊണ്ട് ഉള്ള വെളിച്ചത്തിൽ മാത്രം നിൽക്കുന്ന ഒരു റൂം. അവിടെ ഒരാൾ ചുമക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കുറച്ചധികം മരുന്നും ബാക്കിയുള്ള തുണികളും അവിടെയുണ്ട്. പെട്ടെന്നാണ് അവൻ ചോദിക്കുന്നത്, അല്ല, താങ്കൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആ ചോദിച്ചതായിരുന്നു ഹെവൻ എർത്ത് അസോസിയേഷന്റെ വൈസ് ലീഡറായുള്ള മോങ് സിയോ ചിയോൺ. അസോസിയേഷൻ ലീഡറിനോടായിരുന്നു അവനാ ചോദിച്ചത്. അതിനുശേഷമാണ് ഹെവൻ എർത്ത് അസോസിയേഷന്റെ അസോസിയേഷൻ ലീഡറിനെ നമ്മൾ കാണുന്നത്. അല്ല, ഇനി നമ്മൾ കാത്തിരിക്കണം. നമുക്ക് ആ ഫിസിഷ്യനായുള്ള ഹുവാത്തായനെ ഇവിടേക്ക് വിളിച്ചാലോ? റിനോഡ് ഫിസിഷ്യനായുള്ള ഹുവാത്ത. സത്യം പറഞ്ഞാൽ അവൻ ശരിക്കും ബെസ്റ്റ് ഫിസിഷ്യൻ എന്ന് പേര് കേട്ട ഒരു ഫിസിഷ്യനാണ്. റേഡിയൻ മെഡിക്കൽ ഇമ്മോർട്ടലിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ഫിസിഷ്യൻ. ചിലപ്പോ അദ്ദേഹത്തിന് താങ്കളുടെ ഇൽനെസ്സിന് ഒരു ക്യൂർ കണ്ടെത്താൻ സാധിച്ചാലോ? ഏ, കുഴപ്പമില്ല. അതിലുപരി ആ ഒരു കോപ്സ് ബ്ലഡ് വാലിയിലെ റിസൾട്ട് അതെന്തായി? എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയുള്ള സംഭവിച്ചോ? ആ, അത് പിന്നെ താങ്കൾക്ക് ആ ഒരു ഹോസ്റ്റേഴ്സിനെ ഓർമ്മയുണ്ടോ? മോക്സോഡ് മാനറിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത് രണ്ടുപേരെ. മോക്സോഡ്, ആ, ഞാൻ ഓർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹം വെറും എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് അവരവിടേക്ക് അയച്ചത്. പക്ഷേ റിസൾട്ട് എന്തുപറ്റി? അവർ മരിച്ചുപോയോ? ഇല്ല, അവർ സർവൈവ് ചെയ്തെന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ടോപ്പ് ട്രെയിനിയുടെ പൊസിഷനിലേക്ക് എത്തി. അത് കേട്ടപ്പോൾ അസോസിയേഷൻ ലീഡർ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചുപോയി. എന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അല്ല, ഇത് ചിരിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഓർത്തഡോക്സ് മുറിമിലെ രണ്ടുപേര് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ഹ്യൂമിനൈസ് ചെയ്തുകൊണ്ട് ടോപ്പ് റാങ്കിലേക്ക് വന്നു. അതിലുപരി അവൻ ആ മൂൺ ഷോട്ട് ടെക്നിക്ക് അറിയാം. അത് നമ്മൾ അനൗൺസ് ചെയ്യണ്ടേ? വേണ്ട. പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു മെഴുകുതിരി കെട്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അവനാ പറഞ്ഞ അടുത്ത സെക്കൻഡ് അവൻ അവിടെ നിന്ന് വിയർക്കാൻ തുടങ്ങി. അവൻ ഇപ്പോഴും ശരിക്കും പവർഫുൾ ആണ്. വെറുതെ അല്ല മുറിമിലെ പിനക്കിൾ എന്നും ദി ടോപ്പ് ഓഫ് ദി 6 ഹെവൻസ് ആൻഡ് 8 സ്റ്റാർസ് എന്നും അദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഈ ഒരവസ്ഥയിലും അദ്ദേഹത്തിനെ മാച്ച് ചെയ്യാൻ ഒരാൾക്ക് പോലും പറ്റത്തില്ല. ഈവൻ എനിക്ക് പോലും. അവരെന്തായാലും അതുപോലെ തന്നെ വിട്ടേക്ക്. എനിക്ക് മനസ്സിലായി. ആ, അതേപോലെ നീ അത് കണ്ടെത്തിയോ? അത് പിന്നെ ഇതുവരെ എന്തായാലും ഇല്ല. ഉം, മനസ്സിലായി. അതിനുശേഷം വൈസ് ലീഡർ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഹുഫ്, ഭാഗ്യം. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ കാലെടുത്ത് വെച്ചത്. വൈസ് ലീഡർ. അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടുകയും ചെയ്തു. അല്ല, അസോസിയേഷൻ ലീഡറിന് എങ്ങനെയുണ്ട്? അവൻ എൻ്റെ പേരെടുത്ത് വിളിക്കുന്നവരെ ഞാൻ അവനെ സെൻസ് പോലും ചെയ്തില്ല. അവൻ്റെ മാർഷൽ ആർട്സ് ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ കാണുന്നതായിരുന്നു അസോസിയേഷൻ ലീഡറിന്റെ 3 ഡിസിപ്ലിനിൽ രണ്ടാമത്തെ അവൻ. ദി സെക്കൻഡ് യങ് മാസ്റ്റർ അല്ല ജാൻ നിയുങ് ആക്ക്. ഈ 3 പേരിൽ അവനാണ് ഏറ്റവും ലീസ്റ്റ് ആയുള്ള ടാലന്റ് ഉള്ളത്. എന്നാൽ അത് ഈ 3 പേരിൽ മാത്രമാണ്. അവന്റെ പ്രായത്തിലുള്ള ഒരാൾ പോലും അവന്റെ പറ്റേ പോലും എത്തത്തില്ല. അസോസിയേഷൻ ലീഡർ ഇപ്പോഴും അതിന്റെ പുറകെയാണോ? അല്ല, എന്തിനാണ് ഈ വസ്തുവിന്റെ പുറകെ ഇത്രയും ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്നത്? ഇതൊട്ടും നന്നല്ല. നല്ലൊരു ഫിസിഷ്യനെ കാണിക്കുന്നതല്ലേ നല്ലത്. അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും റീസൺ ഉണ്ടാകും. ആ, ശരി ശരി. അല്ല, ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു കാര്യം കേട്ടല്ലോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള? അതെ, ഓർത്തഡോക്സ് മുറിമിലെ 2 ഹോസ്റ്റേജസ് കോപ്സ് ബ്ലഡ് വാലിയുടെ ടോപ്പിലേക്ക് എത്തിയെന്ന് പെട്ടെന്നവൻ ഞെട്ടി. അല്ല, ന്യൂസ് ഇവിടം വരെ സ്പ്രെഡായോ? ഇത് ഇതൊട്ടും തന്നെ നല്ലതല്ല. അവൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. യങ് മാസ്റ്റർ, ഞാനൊരു കാര്യം നേരത്തെ തന്നെ പറയാം. പേടിക്കണ്ട പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല, ഒരു ഓർത്തഡോക്സിലെ നായകളായതുകൊണ്ട് ഒന്ന് ചിന്തിച്ചെന്ന് മാത്രം. അസോസിയേഷൻ ലീഡറിന്റെ 3 ഡിസിപ്ലിനെയും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. കാര്യം അവരെ കൊച്ചുനാൾ തൊട്ട് ഞാൻ കാണുന്നതാണ്. അതിൽ ജാൻ ന്യൂയോർക്ക്, അവന് കുറച്ചധികം പേരെ ശരിക്കും ഇഷ്ടമാണ്. അവൻ ആൾക്കാരെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ആൾക്കാർ അവനെ സഹായിക്കുന്നവർ, രണ്ടാമത്തത് അവനെ സഹായിക്കാത്തവർ. അവരെന്തായാലും നമ്മുടെ അസോസിയേഷനിൽ ഫോഴ്സിൽ നിൽക്കുന്ന ഒരാളാണെന്ന് മറക്കണ്ട. ഇവനെ സഹായിക്കുന്നവരെ അവൻ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഇവനെ സഹായിക്കാത്തവരെ കുഴപ്പമൊന്നുമില്ല. അവനെന്തായാലും എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ കംപ്ലീറ്റ്ലി അവരെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. പിന്നെ കാണുന്നത് ജിയോങ് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുന്നതാണ്. അല്ല, ഇതാണല്ലേ? അതായിരുന്നു ആ ഒരു ഹെവൻ എർത്ത് അസോസിയേഷന്റെ ഡാർക്ക് സെക്ട്. അങ്ങനെ അവരെൻ്റെ അകത്തേക്ക് കയറി.
അവിടെ മുഴുവൻ ഈ പ്രാവുകൾ വെച്ചുള്ള സംഭവമായിരുന്നു. ആ പ്രാവുകളെ അയക്കുന്നു, അതിൻ്റെ അകത്ത് കത്തൊക്കെയുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറയും ചെയ്യും, ഇതെന്തായാലും പ്രോപ്പർലി തന്നെ വർക്കാവുന്നുണ്ട്. അല്ല, അവരെന്താണ് ചെയ്യുന്നത്? ഇതേ സമയം ഡാർക്ക് സൈഡ് ലീഡർ പറയും ചെയ്യും, അവർ ലെറ്റേഴ്സ് എല്ലാം മാനേജ് ചെയ്തിട്ട് അത് കത്തിച്ച് കളയുകയാണ്, സീക്രസി എൻഷുർ ചെയ്യാനായിട്ട്. സീക്രസിയോ? പെട്ടെന്ന് അവൻ നമ്മുടെ ബ്ലൂ സ്പിന്റെ മനസ്സിൽ സംസാരിച്ചു. അല്ല, ഇതെങ്ങനെയുണ്ട്? പെട്ടെന്ന് അവൾ ഞെട്ടി. അല്ല, നീ എങ്ങനെയാണ് ഇത് പഠിച്ചത്? ആ ഒരു സൗണ്ട് വാലി മാസ്റ്ററില്ലേ, അവളാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. ഓ, അവളല്ലേ? ഞാനിതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഈ മോങ്സ് സാധാരണ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ബാ, അകത്തേക്ക് വാ, നമ്മളിവിടെ എത്തിയെന്നും പറഞ്ഞ് അവൻ ജിയോങ്ങിനെ കൊണ്ട് ആ ഒരു പേഴ്സണൽ ട്രെയിനിങ് ഹാളിലേക്ക് കയറി. അവിടെ കുറേയധികം സോർട്സ് ഉണ്ടായിരുന്നു. എന്തേ, നിനക്ക് എൻ്റെ മാർഷൽ ആർട്സിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ തൽക്കാലം അതിനെപ്പറ്റി ഇപ്പം ചിന്തിക്കുന്നില്ല. അതെന്താണ് മോർട്ടൽ നീ ചിന്തിക്കാത്തത്? ഓ, അങ്ങനാണോ? എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ എൻ്റെ സബോർഡിനേറ്റ് ആക്കി മാറ്റേണ്ടി വരും. അതെന്താണ്, എന്നെ ഡിസിപ്ലിൻ ആക്കാൻ സാധിക്കത്തില്ലേ? അപ്പോൾ നീ എന്താണ് പറയുന്നത്? എൻ്റെ മാർഷൽ ആർട്സ് പോലും പഠിക്കാത്ത ഒരാളെ എൻ്റെ ഡിസിപ്ലിൻ ആക്കണമെന്നാണോ? ശേ, ഇതൊട്ടും നല്ലതല്ലല്ലോ. ഞാൻ മറ്റാരെങ്കിലും സെലക്ട് ചെയ്താൽ മതിയായിരുന്നോ? അല്ല, ആ ഒരു കാസ്ട്രേഷൻ നടത്താതെ ഇതിന് പോസിബിലിറ്റി ഒന്നുമില്ലേ? ഹേ, ഒരിക്കലുമില്ല. എൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞത് ഗോസ്റ്റ് ഇൻ ആർട്സ് ആണ്. അതിന് സ്ട്രോങ് ഉള്ള ഇൻ എനർജിയുടെ ആവശ്യമുണ്ട്. പക്ഷേ നിനക്കത് പഠിക്കാൻ സാധിക്കത്തില്ല. കാര്യം അത് കംപ്ലീറ്റ്ലി ഇൻ എനർജിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻ എനർജി എന്ന് പറഞ്ഞാൽ യാങ്ങിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു ആൺകുട്ടി ജനിക്കാൻ നേരത്ത് അവൻ്റെ ശരീരത്ത് മുഴുവൻ യാങ് എനർജി ആയിരിക്കും. സോ കാസ്ട്രേറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് അത് പതുക്കെ ഡിക്രീസ് ആയി ഇൻ എനർജി കൂടും. അതുകൊണ്ട് മാത്രമേ നമുക്കിത് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നിനക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ എനർജി ദേ ഇതുപോലെ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ്റെ എനർജി അവൻ നിലത്തേക്ക് ഫ്ലോ ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് കാണുന്നിടത്ത് ജിയോ ഇൻട്രസ്റ്റോടെ നോക്കി നിന്നു. അപ്പോൾ യാങ്ങിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ ഇത് പറ്റുമോ? എന്ത്? പെട്ടെന്നാണ് അവൻ അതങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തത്. അത് ഡെത്ത് ക്യൂ ആയിരുന്നു. അല്ല, ഇത് ഇൻ എനർജി ആണല്ലോ, പക്ഷെ എങ്ങനെ? ഉള്ളത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഞാൻ ക്യൂ സർക്കുലേറ്റ് ചെയ്യുന്നിടത്ത് ഇൻ എനർജി തന്നെയാണ് കൂടി വരുന്നത്. മേ ബി ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എൻ്റെ ദൈവങ്ങളെ, നീ കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് സർപ്രൈസസ് ആണല്ലോ. അല്ലേ, ഇതെന്തായാലും കൊള്ളാലോ. ഞാൻ സത്യം പറഞ്ഞാൽ നീ ജനിച്ചപ്പോൾ ഇൻ എനർജി ആയിട്ട് ജനിച്ചതുകൊണ്ട് നിന്റെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നീ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ്. ഇതെന്തായാലും കൊള്ളാം. ഇവൻ്റെ ശരീരം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം, ഇനി എങ്ങനെയാണ് ഇത് പോസിബിൾ ആക്കിയെന്ന്. അല്ല, ഇനിയപ്പോൾ എനിക്ക് നിന്റെ ഡിസിപ്ലിൻ ആകാമല്ലോ? തീർച്ചയായിട്ടും, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിലും ഞാൻ നിന്റെ കോസ്റ്റ്യൂ ഡിസിപ്ലിനിൽ ഒരാളാക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. കോസ്റ്റ്യൂ ഡിസിപ്ലിനോ? അതെ, എനിക്ക് 3 കോസ്റ്റ്യൂ ഡിസിപ്ലിൻ ഉണ്ട്. അവർ 3 പേരും കാസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അതിൽ സീനിയർ ഡിസിപ്ലിനുള്ള ഹാങ് യുമാനുണ്ട്, സെക്കൻഡ് ഡിസിപ്ലിനുള്ള മുങ് താക്കുണ്ട്, ആൻഡ് തേർഡ് ഡിസിപ്ലിനുള്ള യോങ് സോയും ഉണ്ട്. അവർ 3 പേരും കേപ്പബിൾ ഉള്ള ചിൽഡ്രൻസ് ആണ്. ട്രൂ പീക്ക് ഹെൽത്തിലാണ് അവർ 3 പേരും ഉള്ളത്. ഞാൻ എന്തായാലും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പെട്ടെന്നാണ് ഒരാൾ അവിടേക്ക് ഓടുന്നത്. സെക്ലീഡർ, അത്യാവശ്യം ഒരു കാര്യമുണ്ട്, താങ്കൾ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ വരണം. അല്ല, എന്ത് പറ്റി? അതൊരു അർജന്റ് മെസ്സേജ് ആണ്, 19 യൂണിറ്റ് ഓഫ് ദി സെക്കൻഡ് സ്റ്റീം സോങ്ങിൽ നിന്ന്. അല്ല, ആ ഒരു കോഡ് അത് ഇമ്പീരിയൽ പാലസിനെ പറ്റിയല്ലേ? എനിക്ക് തോന്നുന്നു അവർ കണ്ടെത്തിയെന്നാണ് ആ ഒരു അണ്ടർഗ്രൗണ്ട് പ്രിസൺ ഫ്ലവർ എന്ന് പറയുന്നത്. ഷ്, ശബ്ദിക്കരുത്. അല്ല, ഫ്ലവറോ? തൽക്കാലം ഞാനിപ്പോൾ വരാം. ഞാൻ പോകുന്ന സമയത്ത് ദേ ഇത് മെമ്മറൈസ് ചെയ്യാനായിട്ട് നോക്ക്. ശരി. അല്ല, ഇനി പറ സെക്ലീഡർ, ഇതെന്തായാലും ഉറപ്പാണ്. ഇത്തവണ ആ ഒരു റൂമേഴ്സ് കൊണ്ട് മാത്രമല്ല, നമ്മളെ സ്ഥലം കംപ്ലീറ്റ്ലി പിഴുത് എടുക്കാൻ പോകുകയാണ്. എന്തായാലും കറക്റ്റ് ആയാൽ മതിയായിരുന്നു. ആ സാധനം, അസോസിയേഷൻ ലീഡർ തേടുന്ന ആ സാധനം അവിടെ തന്നെ. ഇതേ സമയത്ത് പിന്നെ കാണുന്നത് ആ ഒരു ബുക്കാണ്. കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അല്ല, നീ അത് മെമ്മറൈസ് ചെയ്തോ? നിന്റെ തലച്ചോറ് സത്യം പറഞ്ഞാൽ നോർമൽ ആണെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ആ കഥക് തുറന്ന് 3 പേരവിടേക്ക് കടന്നു വന്നത്. അപ്പോൾ നീയായിരുന്നല്ലേ ആ ഓർത്തഡോക്സിലെ നായ? ആ പറഞ്ഞത് സെക്കൻഡ് ആയിരുന്നു. ഇവൻ വിട്ടിയാണല്ലോ, അത് തേർഡായിരുന്നു. ആൻഡ് അവരുടെ കൂടത്തി സീനിയർ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ആരാണ്? കണ്ടിട്ട് അവർ അക്കോസിയേറ്റ് ഡിസിപ്ലിൻ ആണെന്ന് തോന്നുന്നു അവൾ പറഞ്ഞത്. പെട്ടെന്നാണ് നമ്മുടെ തേർഡ് ശ്രദ്ധിക്കുന്നത്. അല്ല, ആ കാണുന്നത് അതാ സോഡായിരുന്നു. നിനക്കെത്ര ധൈര്യം കൊണ്ടിട്ടാണ് ദ ഈവൽ റൂൾസോട് കൈകൊണ്ടെടുത്തത്? അത് നിന്നെപ്പോലുള്ള നായക്ക് അർഹതപ്പെട്ടല്ല. ഞങ്ങളുടെ സീനിയർ ഡിസിപ്ലിൻ ആദ്യത്തിന്റെ ജീവൻ വരെ പണയം വെച്ച് അത് സ്വന്തമാക്കിയിരുന്നതാണ്. അപ്പോൾ നീ? ഇതേ സമയം അവനൊന്നും മിണ്ടാതെ നിപ്പുണ്ടായിരുന്നു. ആ സോഡ് ഞങ്ങളിങ്ങോട്ട് എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞ് പെട്ടെന്ന് സെക്കൻഡിൻ തേരും കൂടെ അവൻ്റെ നേരെ ഓടി വന്നു. അടുത്ത നിമിഷം സെക്കൻഡിനെ മുഖത്ത് കയറി പിടിച്ച് അവനെ വലിച്ചു നേരെ നിലത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് തേടിന്റെ കൈ നേരെ ഇടിച്ച് ഒട്ടിക്കുകയും ചെയ്തു. അല്ല, നിസ്സാരമായി തന്നെ അവൻ രണ്ടുപേരും ഡിഫീറ്റ് ചെയ്തു. രണ്ടുപേരും ട്രൂ പീക്കിലാണല്ലോ. അപ്പോ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നീയൊക്കെ നിന്റെ ലൈഫ് റെസ്ക്യൂ ചെയ്യുവാണല്ലോ. കൊള്ളാം. നിനക്കിത് വേണമെന്നല്ല പറഞ്ഞത്. നിനക്കിത് വേണമെങ്കിൽ അത്രക്ക് ആഗ്രഹമാണെങ്കിൽ വന്ന് നീ തന്നെ എടുത്തോടാ. ഇത് കേൾക്കാൻ നേരത്ത് സീനിയർ ഡിസിപ്ലിനെ ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല. എന്റെ പേര് ഹാങ് യൂൻ മ്യങ് എന്നാണ്.
ഞാൻ കോസി ഡിസിപ്ലിനിലെ സീനിയറാണ്. സത്യം പറഞ്ഞാൽ എന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഓർഫൻ ആയിരുന്ന സമയത്ത് തന്നെ സെക് ലീഡർ എടുത്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡിസിപ്ലിൻ ആകാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല. എൻ്റെ സെക്ഷൽ ഡിസയേഴ്സ് ഉള്ള കാരണം തന്നെ എനിക്ക് കാസ്ട്രേഷൻ ചെയ്യാൻ പേടിയായിരുന്നു. എന്നാൽ അതേസമയം മറ്റൊരു പേടിയും എന്നെ പിന്തുടർന്നു. എൻ്റെ പൊസിഷനിലേക്ക് മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുറപ്പായിട്ടും എനിക്ക് പ്രശ്നമായി മാറും. അതുകൊണ്ട് എൻ്റെ കീഴിൽ വന്ന എല്ലാ ഡിസിപ്ലിൻസിനെയും ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവരും അതിന് വിസമ്മതിച്ചു. സോ ആരും തന്നെ അത് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും സീനിയറായിട്ട് നിൽക്കുന്ന ഞാനാണ്. സോ നാച്ചുറലി ഞാൻ തന്നെ ഇവിടുത്തെ ഹെയറായി മാറും. സീനിയർ ഡിസിപ്ലിൻ ഒരു പ്രശ്നമുണ്ട്. ഓർത്തഡോക്സിലോട്ട് തന്നെ ഡിസിപ്ലിനാക്കി എടുത്തിരിക്കുന്നു. എന്ത്? അല്ല, അവനിപ്പോൾ കാസ്ട്രേഷൻ ചെയ്തോ? ഏയില്ല, അവൻ ജനിച്ചപ്പോൾ തന്നെ ശരിക്കും ഇനി എനർജി ഉണ്ടെന്നാണ് കേട്ടത്. എന്ത്? അതൊട്ടും നല്ലതല്ലല്ലോ. അത് മാത്രമല്ല, താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഈവിൽ റോഡ്സോട് അതും അവൻ കയ്യേറി. ഇല്ല, അങ്ങനെ വരാൻ പാടില്ല. എനിക്ക് അർഹതപ്പെട്ടതാണ് ആ സോഡും ആ ഒരു പൊസിഷനും. അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഒരിക്കലും അതൊന്നും ഫോർഗേറ്റ് ചെയ്തില്ല. അതെൻ്റെതാണ്, അതെല്ലാം എൻ്റെതാണ്. ഈ ഒരു പൊസിഷനും ഈ ഒരു സക്സസറും ഈ ഈവൽ റൂൾസോടും എല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞ് അവനൊരു ഭ്രാന്തനെ പോലെ കിടന്ന് അലറുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അല്ല, ഇതെന്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത്? കൊള്ളാം കൊള്ളാം, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നീ എന്നെ കൊന്ന് അത് തിരിച്ചെടുക്കാൻ പോകുമായിരുന്നല്ലേ? കൊള്ളാം. എന്ത്? അല്ല സീനിയർ ഡിസിപ്ലിൻ, താങ്കളിപ്പോൾ പറഞ്ഞതല്ല. പെട്ടെന്നാണ് അവൻ അക്കാര്യം ഓർമ്മ വന്നത്. നിനക്കിത് വേണോ? എങ്കിൽ നീ തന്നെ എടുത്തോന്നും പറഞ്ഞ് ജിയോങ് ആ ഒരു ചൊട് അവൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു. ആ ടൈമിലാണ് നമ്മുടെ സെക് ലീഡർ പറഞ്ഞ മറ്റൊരു കാര്യം അവൻ്റെ മനസ്സിലാക്കി ഓടി വന്നത്. ഇത് ഈവൽ റൂട്ട് സോഡാണ്, ഒരിക്കലും നീ ഇത് തൊടല്ലേ. ഇത് തൊട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിലെ ഡീപ്പസ്റ്റ് എല്ലാ ഡിസയേഴ്സ് പുറത്ത് വരുന്നതാണ്. നാശം. അപ്പോൾ പെട്ടെന്നാണ് അവൻ്റെ കൈ അതുമായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് അവനത് വിട്ടുകളയാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ ഉച്ചത്തിൽ കിടന്ന് അലറി. അവൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. നാശം, ഇതെടുക്കാൻ പറ്റുന്നില്ല. ഇത് എൻ്റെ കയ്യിലൊറ്റ സ്റ്റക്ക് ചെയ്തു. അല്ല, നിനക്ക് സഹായം വേണോ? ആ വേണം. എന്നെ ഹെൽപ്പ് ചെയ്യ്. നീയായിട്ട് തന്നെ ചോദിച്ചതാണ് കേട്ടോ. അടുത്ത നിമിഷം അവൻ പേടിച്ചു. നീയായിട്ട് സഹായം ചോദിക്കാൻ നിർത്ത്. ഞാൻ എങ്ങനെയാടാ അത് വേണ്ടെന്ന് വെക്കുന്നതെന്ന് പറഞ്ഞ് ആ ഒരു ക്യു യൂസ് ചെയ്ത് അവനെൻ്റെ കയ്യിലേക്ക് ഒരു അറ്റാക്ക് കൊണ്ടുവന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിയോങ് ലിറ്ററലി അവൻ്റെ കൈ അങ്ങോട്ട് അറുത്ത് കളഞ്ഞു. സെക് ലീഡർ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? പക്ഷേ അത് ആ പ്രിസൻസിലാണല്ലോ. അല്ല, ആ ഒരു എംബ്രോ യൂണിഫോം കളറുള്ള സ്പൈൻ്റെ എടുക്കേ. സെക് ലീഡർ, ഒരു പ്രശ്നമുണ്ട്. അല്ല, എന്ത് പറ്റി? അല്ല, എന്നോട് ക്ഷമിക്കണം ഞാനിപ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്തത്. എന്നാൽ താങ്കൾ എത്രയും പെട്ടെന്ന് ആ ഒരു ട്രെയിനിങ് ഹാളിലേക്ക് വരേണ്ടതാണ്. പിന്നെ കാണിക്കുന്നത് ആ ഡോറും തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ അത് കണ്ട് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം നമ്മുടെ സെക്കൻഡും തേർഡും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് സീനിയർ ഡിസിപ്ലിൻ്റെ കൈയും നിലത്ത് കിടക്കുകയായിരുന്നു. ജിയോ അങ്ങോട്ടെ ആ സോഡുമായിട്ട് അവിടെ നിപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ഞാനൊരു കോൺഫ്ലിക്റ്റ് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഈ ഒരു രീതിയിൽ ഒരു ലോസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മാസ്റ്റർ എന്നെ കാസ്ട്രേറ്റ് ചെയ്യണം. എന്ത്? അതെ മാസ്റ്റർ, അവന് മാത്രമല്ല ഞങ്ങൾ 3 പേരും ചെയ്യണം പ്ലീസ്. ഹോ, അങ്ങനെയാണോ? എൻ്റെ ദൈവങ്ങളെ, ഇത് ശരിക്കും സർപ്രൈസ് ആയല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.